കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രാഹുൽ സരീനോട് പറയണേ, എനിക്കല്ല പ്രാന്ത്, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന അങ്ങേരുണ്ടല്ലോ അവനാ പ്രാന്ത് എന്ന് പറയണേ. ഇത് കേട്ടോണ്ടാണ് മനോഹർ അകത്തേക്ക് കയറി വരുന്നേ. മനോഹർ പെട്ടെന്ന് പറഞ്ഞു, അമ്മായിച്ച ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മായിച്ചൻ എന്നു മുതലായി ഈ അസുഖം തുടങ്ങിയത്? ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് സാറി ചോദിച്ചു, എന്താ മനുവേട്ട അങ്ങനെ പറഞ്ഞേ? അല്ല സരി, നീ ഒന്ന് ആലോചിച്ച് നോക്കി, ആ താര എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്നതിന് ശേഷമല്ലേ അച്ഛനീ മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അവരും അച്ഛനുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. അതിനുശേഷം അച്ഛന്റെ സമനില പോലും തെറ്റിയത്. എനിക്ക് തോന്നുന്നേ ചന്ദ്രസേനുമായിട്ടല്ല ബന്ധം ഉണ്ടായിരുന്നത്, അച്ഛനുമായിട്ട് ആ സ്ത്രീക്ക് എന്തോ ബന്ധം ഉണ്ടായിരുന്നു തോന്നേ. ഒരുപക്ഷെ ഇനി അവരെവിടെ വന്നു കഴിയുമ്പോ അവരെ വിളിച്ച് വിസ്തമായിട്ടൊന്ന് ചോദ്യം ചെയ്താൽ അറിയാം അച്ഛനുമായിട്ടാണോ അവർക്ക് ബന്ധമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു, നീ എന്തൊക്കെയാടാ പറയണേന്ന് ചോദിക്കുകയാണ്. അല്ല ഞാൻ പറയുന്നത് സത്യമില്ലേ? സരയുന്നൊന്നും ശരിയാ. ഇനി അവര് വന്നു കഴിയുമ്പോ അവരോട് ചോദിച്ചു നോക്കാം, അവരും അച്ഛനുമായിട്ടാണോ അതോ ഇനിയിപ്പം ചന്ദ്രസേനുമായിട്ടാണോ അവർക്ക് ബന്ധം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു, എല്ലാം ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ മനുഷ്യന് സമാധാനം കളയാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സരയും ശാരിയും കൂടെ പെട്ടെന്ന് മുറിക്ക് പുറത്തേക്കാണ് ഇറങ്ങി പോവാണ്. മനോഹർ വന്നിട്ട് പറഞ്ഞു, അമ്മായിച്ച എനിക്കിട്ട് പണി തരാൻ വരില്ല, പറഞ്ഞത് കേട്ടല്ലോ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയാനിരിക്കുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിങ്ങൾ മെന്റൽ ഹോസ്പിറ്റൽ വരെ എത്തി. അവിടെ വരെ നിങ്ങളെ എനിക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടെ എനിക്ക് ചെയ്യാനറിയാം. അതുകൊണ്ട് മേലാല് എന്റെ നേർക്ക് വരില്ല. മര്യാദക്ക് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ കൊടുക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ കൊടുങ്ങുള്ളൂ. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അറിയാലോ എന്ന് പറയാണ്. അത് മാത്രമല്ല, ആ കല്യാണി അവള് പഴയ കല്യാണിയല്ല. ഇനി അവളെ തകർക്കാന് നിങ്ങളുടെ ഭാവമെങ്കില് ഇനിയിപ്പം അറിയാലോ, എന്നെ ഇല്ലാതാക്കിയിട്ട് അതോടൊപ്പം തന്നെ കല്യാണിനെ ഇല്ലാതാക്കിയിട്ട് കിരണിനെ സരീനെ കൂടെ ഒന്നിപ്പിക്കാൻ നിങ്ങളുടെ മനസ്സിൽ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. പഴയ കല്യാണിയല്ല, അവൾക്ക് സംസാരശേഷിയൊക്കെ തിരിച്ചു കിട്ടി. സംസാരശേഷി കിട്ടുന്നതിന് മുമ്പ് തന്നെ അവള് നിങ്ങളെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി പറയേണ്ട ആവശ്യമില്ലോ. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി മല്ലെടുത്ത് ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത്. ഇനി പഴയ അടവൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തീർത്ത് കളയുള്ളൂ അവള് എന്നും പറഞ്ഞിട്ട് മനോഹർ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാഹുലിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നിമിഷം രാഹുൽ ഒന്നും മിണ്ടാതെ അനങ്ങാതെ അവിടെ കയറി അങ്ങോട്ട് ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്ന കോടതി കൂടി കഴിയുമ്പോൾ വിക്രമാദിത്യനും പ്രകാശനും എല്ലാരും വന്ന് ഹാജരായിട്ടുണ്ടായിരുന്നു. ഈ സമയം ജഡ്ജി ചോദിച്ചു, അല്ല വിധി പറയുന്നതിന് മുമ്പ് പ്രോസിക്യൂഷൻ എന്തെങ്കിലും പറയാനുണ്ടോന്ന് ജോർജ് വക്കീലിനോട് ചോദിക്കുകയാണ്. ഇത് കേട്ടതിന് സോമനാഥൻ വക്കീലും ജോർജ് വക്കീലിനോട് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് പറയാനല്ലേ, പറയാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞോടെ കല്യാണി പറഞ്ഞു കഴിഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാലും എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും പറയണല്ലോ എന്നും പറഞ്ഞ് നേരെ ജോർജ് വക്കീൽ ഇങ്ങോട്ട് എഴുന്നേക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരാളെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാന്നുണ്ടെന്ന് പറയണം. ശരി ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ വിക്രത്തെ പിടിച്ച് പ്രതിക്കൂട്ടിലേക്ക് നിർത്തുവാണ്. വിസ്തരിക്കാൻ തുടങ്ങും. ഈ സമയത്ത് പ്രകാശം പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ എന്റെ മോൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നീട് വിക്രത്തിനോട് ചോദിച്ചു, അല്ല നിങ്ങള് തെറ്റും ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? സോണിയുടെ വീട്ടിലും ശരണ്യയുടെ വീട്ടിലും നിങ്ങൾ കയറിയിട്ടില്ല. അവിടെ അങ്ങനെ മോഷണ ശ്രമം നടത്തുവോ അല്ലെങ്കിൽ അവരുടെ തലക്കടിച്ച് വീഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? ഈ പറഞ്ഞൊക്കെ സത്യമാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് വിക്രം പറഞ്ഞു, ഞാൻ പറഞ്ഞ എല്ലാം സത്യമാണ് ബഹുമാനപ്പെട്ട കോടതി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അല്ലെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥകളാണ് എന്നെ അകത്താക്കാൻ വേണ്ടിയിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജോർജ് വക്കീൽ പറഞ്ഞു, കേട്ടില്ലേ എന്റെ ഇയാൾ പറഞ്ഞ കാര്യം, ഇയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇയാളുടെ പേരിൽ ഒരു കേസ് ഈ കോടതി വന്നിട്ടുണ്ടായിരുന്നു, മാലമോഷണ കേസിലെ. അപ്പൊ ആ മാലമോഷണ കേസിൽ ഇയാൾ പ്രതിയാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പറയുന്ന കല്യാണി എന്ന് പറഞ്ഞ അവള് കൊടുന്ന് കേസ് കൊടുത്തിരുന്നേ. പക്ഷെ എന്ത് ചെയ്യാനാ, അവസാനം മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞ ആ സ്ത്രീ തന്നെ വന്ന് ദേവകിയമ്മ തന്നെ വന്ന് പറഞ്ഞു വിക്രം തെറ്റുകാരനല്ലെന്നുള്ള, ഇവൻ എന്നെ മാല മോഷ്ടിച്ചിട്ടില്ലെന്ന്. അപ്പൊ അതിനർത്ഥം എന്താ, ഇതിനകത്ത് ഈ കഥയൊക്കെ വെറും കെട്ടിച്ചമച്ച കഥകളാന്നല്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഈ പെൺകുട്ടിയാന്നുള്ള പരിഗണന കൊടുക്കാതെ അവൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. പക്ഷെ മാലമോഷണ കേസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കല്യാണി എന്ന് പറയുന്ന അവർ ഉന്നയിക്കുന്ന കാര്യത്തിലൊന്നും ഒരു സത്യമില്ലാത്ത കാര്യങ്ങൾ, അതിനൊരു തെളിവില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെയല്ല. വിക്രത്തിനെ തല്ലുന്ന വ്യക്തമായിട്ട് കണ്ട സാക്ഷികളുണ്ട്. അവർ വന്ന് ഇവിടെ മൊഴി തന്നിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടിക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഒരു നിരപരാധി ഇനി ശിക്ഷിക്കപ്പെടില്ലെന്ന് പറയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ കല്യാണിയുടെ മുഖമൊക്കെ അവിടെ മാറി. വിക്രത്തിനും പ്രകാശിനും ഭയങ്കര സന്തോഷമായി. പിന്നീട് വിക്രത്തിനോട് ചോദിച്ചു, അല്ല ഈ സോണിയും ശരണ്യ രണ്ട് ഭാര്യമാരും നിൽക്കുണ്ടായിരുന്നല്ലേ? അപ്പൊ രണ്ട് ഭാര്യമാരും ഒരേ സമയം നിങ്ങൾക്കെതിരെ മൊഴി തന്നിട്ടുണ്ടല്ലോ, അതിനകത്ത് എന്താ കഥ?
അതൊന്ന് വിശദീകരിക്കാമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ വിക്രം പറഞ്ഞു, ഈ സോണി എന്ന് പറയുന്നവളുണ്ടല്ലോ, അവൾ എന്റെ ആദ്യ ഭാര്യയായിരുന്നു. അവളെ ഞാൻ വല വീശി പിടിച്ചെന്ന് അവൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ സത്യം അതൊന്നും അല്ല ബഹുമാനപ്പെട്ട കോടതി. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. ഞാൻ അല്പം ചിത്രരചനയൊക്കെ നടത്തുമായിരുന്നു കല്യാണത്തിന് മുമ്പ്. പക്ഷെ വിവാഹശേഷം അങ്ങനെ ചിത്രമൊന്നും വരയ്ക്കാതായി. പക്ഷെ ഒരു കുഞ്ഞോട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ ഇതിനൊത്ത, അവളുടെ അന്തസ്സിനൊത്ത ഞാൻ ഉയർന്നില്ല എന്ന് പറഞ്ഞോണ്ടാ അവൾ എന്നെ ഡിവോഴ്സിന് നിർബന്ധിച്ച്. അവൾ ഇച്ചിരി പൈസയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, അതിന്റെ പേരും പറഞ്ഞോണ്ട്. അപ്പൊ അവൾക്ക് കല്യാണത്തിന് ശേഷം എന്നെ വേണ്ടെന്നായി. അവൾക്ക് പിന്നെ ഞാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടം പോലെ പണം ഉള്ളതുകൊണ്ട് പിന്നെ അവൾക്ക് ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ സോണിന്റെ മുഖം വല്ലാതങ്ങായി. കല്യാണിയും കൂടെ കടിച്ചു പിടിച്ച് നിൽക്കുമായിരുന്നു. കോടതിയായി പോയി. അല്ല, അവിടെ ചെന്ന് അവന്റെ ചെകിടടിച്ച് 2 കൊടുക്കണമെന്ന് കല്യാണിന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. അതേ സ്വഭാവമായിരുന്നു സോണിക്കുണ്ടായിരുന്നത്. പക്ഷെ രണ്ടാമത്തെ ശരണ്യ അങ്ങനെയല്ല. അവൾ എപ്പോഴും ഞാനും അവളും ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഞങ്ങൾ തമ്മിൽ ബന്ധം വേർപിരിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ശരണ്യ വന്ന് മൊഴി കൊടുത്ത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല. ശരണ്യ മനോജ് എന്ന് പറയുന്ന ഒരാളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അയാളെ ആ കോടതി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയാളെ കാണുന്നത് തന്നെ. ഇതിനു മുമ്പ് എനിക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ഈ വിവരങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടാ അവളും ഞാനുമായിട്ടുള്ള ബന്ധം നടന്നേ. ശരിക്കും ഇവിടെ വഞ്ചിക്കപ്പെട്ട ഞാനാ ബഹുമാനപ്പെട്ട കോടതി. അവൾക്കുള്ള ഒരു ഭർത്താവ് മുമ്പുണ്ടായിരുന്ന അവൾ എന്നോട് പറയാതെ മനഃപൂർവ്വം അവൾ എന്നെ ചതിക്കുകയോ ചെയ്തേ. അപ്പൊ ഇവിടെ തെറ്റുകാരൻ ആരാ? ഞാനാണോ തെറ്റുകാരൻ എന്ന് കോടതിയോട് ചോദിക്കുകയാണ്. ഇതെല്ലാം കോടതി രേഖപ്പെടുത്തി എടുക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ശരണ്യ എഴുന്നേറ്റ് പറഞ്ഞു, അതെ, ഞാനും ഇയാളും നമ്മുടെ വിവാഹം നടന്നത് ശരി തന്നെയാ. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും യാതൊരുവിധ റിലേഷനും ഇല്ല. ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഇയാള് അല്ല, ഞാൻ കട്ടിലേൽ, ഇയാൾ താഴെയായിട്ടാ നിലത്തുമായിട്ടാ കിടക്കണേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ വിക്രം പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? പക്ഷെ ഇതെനിക്ക് തെളിയിക്കാനായിട്ട് മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് വിശ്വസിക്കണം എന്ന് മാത്രം എനിക്ക് കോടതിയോട് പറയാനുള്ളതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ജോർജ് വക്കീല് പറഞ്ഞു, ഇവര് പറയുന്ന വാദങ്ങൾക്കൊന്നും തെളിവുകളൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ 2 കൂട്ടരും പറയുന്നതില്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ മാത്രമേ തെളിവുള്ളൂ. കല്യാണി വിക്രത്തെ അടിച്ചു. അതുകൊണ്ട് ബാക്കി എല്ലാ കഥകളും കെട്ടിച്ചമച്ച കഥകളാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അവൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് മാത്രം എനിക്ക് അപേക്ഷിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുവാണ്. പ്രകാശനും വിക്രത്തിന് സമാധാനമായി. അങ്ങനെ തന്റെ ഭാഗം ജയിച്ചല്ലോ എന്ന രീതിയിൽ വിക്രം നിൽക്കുമായിരുന്നു. പിന്നീട് ജഡ്ജി കല്യാണിയോട് ചോദിക്കുന്നുണ്ട്, അതെ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തുണ്ടോ, വിസ്തരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. ഇത് കേട്ടും കല്യാണി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് വിക്രത്തിനെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ വിക്രത്തിന്റെ അരിയിലേക്ക് വരുവാണ്. എന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ സോണിയെ കുറിച്ച് ഇവിടെ, സോണി നിങ്ങളെ വല വീശി പിടിച്ചെന്ന്. നിങ്ങളെ വല വീശി പിടിക്കാൻ മാത്രം എന്ത് ഗുണഗണങ്ങൾ നിങ്ങളിലുള്ള? നിങ്ങൾ ചിത്രം വരയ്ക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ ചിത്രം വരയ്ക്കുമെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ കല്യാണത്തിന് മുമ്പ് ഞാൻ വരയ്ക്കുമായിരുന്നു. ഇത് കേട്ട് ഇനി കല്യാണി പറഞ്ഞു, മാഡം, ഇയാൾ വരയ്ക്കുമെന്നാ പറയണേ. ഇയാൾക്ക് ഒരു പേനയും പേപ്പറും ഒന്ന് കൊടുക്കാവോ? ഇയാളുടെ മനസ്സിലുള്ള എന്ത് ചിത്രം വെള്ളം വരച്ചോട്ടെ, എനിക്കത് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ജഡ്ജി പേനയും പേപ്പറും കൊടുക്കാൻ പറയാ. പേനയും പേപ്പറും കിട്ടിക്കഴിയുമ്പോൾ ഇതും പിടിച്ചോണ്ട് വിക്രം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തേലും വരയ്ക്കാൻ അറിയോ? പെട്ടെന്ന് വിക്രം പറഞ്ഞു, മാഡം, എനിക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുള്ള കാര്യം ഇവിടെ ഈ പറയുന്ന കല്യാണിക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ അല്പസ്വല്പമൊക്കെ മുമ്പ് വരച്ചിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പം ആ പെൺകുട്ടിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചിത്രങ്ങളൊക്കെ വരച്ചു തന്നിരുന്നോണ്ടിരുന്നത് ഈ പറയുന്ന കല്യാണി തന്നെയാന്ന് പറയാണ്. അപ്പൊ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങനെ പുറത്തിയാടുവാണ്. അങ്ങനെയാണ് ഞാൻ ആ പടങ്ങളൊക്കെ സോണിയെ കൊണ്ട് കാണിച്ചിട്ടാണ് ഞാൻ അവളെ സ്വന്തമാക്കിയെന്ന് പറയാണ്. പക്ഷെ അവളെ സ്വന്തമാക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ ഉപേക്ഷിച്ച് കളയാനൊന്നും പോയില്ല. അവളെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ കോടതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായി. പെട്ടെന്ന് കല്യാണി പറഞ്ഞു, ഇവന് ഒരാളെ സ്നേഹിക്കുന്നു പറഞ്ഞു കഴിയുമ്പം ഇവനെ ഞാൻ സഹായിച്ചു. പക്ഷെ അത് എന്തിന്റെ പേരില ഇങ്ങനെ ഒരു ചതി ചെയ്യാനൊന്നും ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ കള്ളപ്പേരിലാണ് ഇവൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഒരു കാര്യം മനസ്സിലാക്കണം, ഇവൻ ഇപ്പോഴും വരയ്ക്കാനൊന്നും അറിയത്തില്ല. ഇവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടീനെ ചതിക്കുക തന്നെ ചെയ്തേ. പിന്നീട് അതിന് പെൺകുച്ചി ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇവൻ മാനസികമായിട്ട് ശാരീരികമായിട്ട് സോണിനെ കുറെ ഉപദ്രവിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ മുൻപ് ഞാൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ശരണ്യയെ കുറിച്ച് പറഞ്ഞു. ഇവന് ശരണ്യയുടെ വീട്ടിൽ കയറിയിട്ടില്ല, മോഷണശ്രമം നടത്തിയിട്ടില്ലെന്നൊക്കെ. അതിന് വ്യക്തമായിട്ട് തെളിവുകൾ എന്റെ കയ്യിലുണ്ട് കോടതി. അവൻ അവിടെ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങള്, മതില് ചാടിക്കിടക്കുന്ന ഇവന് തന്റെ 2 കൂട്ടാളികളും കൂടെ, പിന്നെ ഇവന്റെ മുഖംമൂടി വലിച്ചു പോക്കുന്ന ഇവന്റെ മുഖം തന്നെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും വിക്രം ഒന്നും ഞെട്ടി. വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. പിന്നീട് സോണി കല്യാണി പറയണ, ആ തെളിവുകളൊക്കെ ഞാൻ
കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ടെന്ന് പറയാണ്. ഇനി ആ CCTV ദൃശ്യങ്ങൾ ഇവന് വേണ്ടി സംസാരിക്കുമെന്ന് പറയാണ്. എന്തേലും വിക്രത്തിന് പറയാൻ പറ്റുമോ? തെളിവുകളല്ലേ ഹാജരാക്കിയിരിക്കുന്നത്. ഇത്ര സമയം ഒരു സമാധാനത്തോട് നിന്നായിരുന്നു. പിന്നീട് കല്യാണി പറഞ്ഞു, ഇത്രയും വലിയ തെറ്റുകൾ ചെയ്ത ഇവനെ ഞാൻ എങ്ങനെ അടിക്കാതിരിക്കുമെന്ന് പറ. ആ ഒരു രോഷമായിരുന്നു എന്റെ ഉള്ളിലുണ്ടായിരുന്നേ. സോണിയുടെ ഹസ്ബൻഡിനെ തലയടിച്ച് പിടിച്ചു. അത് മാത്രമല്ല, ശരണ്യയുടെ ഹസ്ബൻഡ് അവര് ജീവൻ തുടങ്ങിയിട്ട് അതേ കാലം ആയിരുന്നില്ല. അങ്ങനെ 2 പെൺകുട്ടികളോട് ഒരേ സമയം ക്രൂരത ചെയ്ത ഇവനെ വെറുതെ വിടാൻ പറ്റുമോ? മോഷണം മാത്രമല്ല, മോഷണത്തിന് വേണ്ടിയിട്ട് ഇവൻ കൊലപാതക കുറ്റം വരെ ചെയ്യാനായിട്ട് തുനിഞ്ഞത്. അപ്പൊ ഇവനെ പോലുള്ളവന് ഒരു കാരണവശാലും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. ഇവനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഇതിനേക്കാളും വലിയ ദുരന്തങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. എനിക്കത് മാത്രം പറയാനുള്ളൂ. എന്നെപ്പോലെ 2 പെൺകുട്ടികളാണ് സോണിയും ശരണയും. അവർക്ക് നീതി കിട്ടണമെന്ന് മാത്രം എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുള്ളൂ എന്നും പറഞ്ഞിട്ട് കോടതിയെ വണങ്ങിയിട്ട് കല്യാണി അങ്ങോട്ട് പോവാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ പ്രകാശൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. പ്രകാശന് ഒരു കാര്യം ഉറപ്പായി, ഇനിയിപ്പം വിക്രത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കോടതി എന്താ തീരുമാനിക്കുന്നത് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ കല്യാണിക്ക് ശിക്ഷ കൊടുക്കുമോ അതോ ഇനി വിക്രത്തിന് ശിക്ഷ കൊടുക്കുമോ എന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.